ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇതിപ്പോൾ ആമി എന്തോ സ്കൂളിലൊരു പരീക്ഷണം നടത്തുന്നത് സ്കൂളിൽ നിന്ന് കൊടുത്തിന് ചെയ്യാൻ വിത്ത് മുളപ്പിക്കൽ അതിങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് ഫസ്റ്റ് കാണുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഞാൻ ഏകദേശം ഒരു 1.5 മാസമായിട്ടായി തോന്നും പുറത്ത് പോയിട്ടൊരു സാധനം വാങ്ങാത്തത്. എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവരിങ്ങനെ കൊണ്ടുവരും. നമ്മളായിട്ട് പുറത്ത് പോയിട്ടൊന്നും വാങ്ങലൊന്നുമില്ല. ഇനി അങ്ങനെ ഇപ്പോൾ വാങ്ങാനല്ലെങ്കിലും പുറത്ത് കൂടുതൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ പിന്നെ ഇന്നിങ്ങനെ ഇറങ്ങി. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നെക്സ്റ്റ്. അടുത്തെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് നടന്നിട്ട് പോവാം, സാധനങ്ങളെല്ലാം വാങ്ങാൻ വണ്ടി എടുത്ത് പോവാം. അങ്ങനെ അടുത്താണ്. അവിടത്തേക്ക് പോയി കുറച്ചധികം സാധനം വാങ്ങാനുണ്ടായിന്. അങ്ങനെ ഓരോന്നും നോക്കിക്കണ്ട് ഓരോന്നോരോന്ന് എടുക്കുകയെന്ന്. പിന്നെ ഒരുപാട് സമയമല്ലോ ഞാൻ ഏത് ഷോപ്പിൽ കയറിയാലും കുറേ സമയം നോക്കി നടക്കി ഒന്നും ചെയ്യില്ല. എനിക്ക് വേഗം മടുക്കും. അങ്ങനെ ഒരാളാണ് ഞാൻ. നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടായാലും എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയിട്ടായാലും പെട്ടെന്ന് മടുക്കുന്ന ഒരാളുമാണ്. എന്നാൽ പോകാൻ ഇൻട്രസ്റ്റ് വേണം. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും പോയി അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നേന്ത്രപ്പഴം കണ്ടില്ല. നേന്ത്രപ്പഴമെല്ലാം ഇവിടെ നല്ലത് കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യം പോലെയാണ്. അത്രയും നേന്ത്രപ്പഴമെല്ലാം നല്ലത് കിട്ടൂല. എപ്പോഴെങ്കിലും നല്ലത് വന്നെങ്കിലായി. അതിൻ്റെ ഇടയിൽ ഇവർ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീം വാങ്ങി അവിടെ തന്നെ പൊളിച്ചു കൊടുത്ത്. ഐസ്ക്രീം കൊടുത്തിട്ടാകുമ്പോൾ പിന്നെ ആ ഡബ്ബ അവിടെ വെച്ചാൽ ബില്ലടിച്ചാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ നടക്കുമ്പോൾ നല്ല ഉണ്ണിയപ്പം കാണുന്നു. ഒരു 2 അതും വാങ്ങി കഴിച്ച് അതും വാങ്ങി കഴിച്ച് നല്ല ഉണ്ണിയപ്പം ഞാൻ കഴിച്ചു. മക്കൾക്ക് ഐസ്ക്രീം കൊടുത്ത്. പിന്നെ സാധനങ്ങളെല്ലാം ബില്ലടിക്കാൻ എപ്പോഴത്തെ പോലെ ഭയങ്കര തിരക്കൊന്നും കണ്ടിട്ടില്ല. നെക്സ്റ്റ് തിരക്കുള്ള ദിവസം പോകാനൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. സാധാരണ എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റ് പോവും, പക്ഷേ പെട്ടെന്ന് മടുക്കും. എനിക്ക് പെട്ടെന്ന് മടുക്കും. പൂർത്തിയാക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഒരാളായ ഡ്രസ്സിനായാലും സാധനത്തിനായാലും എവിടെ ചെന്നാലും പെട്ടെന്ന് മടുക്കും. എന്തായാലും സാധനങ്ങളെല്ലാം വാങ്ങി വീടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ കാര്യമാണല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ ആളുള്ളത് കൊണ്ട് എനിക്കൊന്നിനും ടെൻഷനില്ല കേട്ടോ. വന്നപാട് സാധനം ഇവിടെ നമ്മളെ കൊണ്ടാക്കിയപാട് ഒരു ഷോപ്പിൽ പോയി. പിന്നെ ഷോപ്പിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് എല്ലാം ഡബ്ബയിലെല്ലാം തട്ടി റെഡിയാക്കുന്ന കാര്യം എൻ്റെ ആൾ ചെയ്തോളും വൃത്തിയിൽ. ഞാൻ പിന്നെ വന്നപാട് ഫ്രിഡ്ജിലൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിന്. ബാക്കിയെല്ലാം ഇവർ വന്നെടുത്ത് വെച്ച്. പിന്നെ ഞാൻ കുറച്ച് അരി കുതിർത്തതുണ്ടായിന്. പച്ചരി കുതിർത്തതുണ്ടെങ്കിൽ പിന്നെ ഏത് സമയത്തും പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ദോശ. അങ്ങനെ ഇവർ വരുമ്പോൾ കുറച്ച് ബീഫ് കറി വാങ്ങി വന്ന് നല്ല നേരെ ദോശ ചുട്ടിട്ട് ബീഫ് കറിയും കൂട്ടി കഴിച്ച്. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അതിന് നെക്സ്റ്റ് അടുത്തുള്ളവരെല്ലാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുവരെ സപ്പോർട്ട് തന്നവർക്കെല്ലാം താങ്ക്സ്. ഇനി നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്.